ഇത് നോക്കാതെ നിങ്ങൾ സ്റ്റോക്ക് ബൈ ചെയ്യരുത്. ഇത് നോക്കാതെ നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കാതെ സ്റ്റോക്ക് ബൈ ചെയ്യരുത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള 5000-ൽ പരം കമ്പനികളിൽ ഏറ്റവും മികച്ച 50 കമ്പനികളെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. ഈ നിഫ്റ്റി 50-ലെ ഏറ്റവും മികച്ച കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോളിയം ട്രേഡ്സ് നടക്കുന്ന, ഏറ്റവും കൂടുതൽ വിപണി മൂല്യം അഥവാ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള ഏറ്റവും മികച്ച കമ്പനികളാണ് ഈ 50 കമ്പനികൾ ഉള്ളത്, അല്ലെങ്കിൽ ഈ 50 കമ്പനികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും മികച്ച് നിൽക്കുന്ന 50 കമ്പനികൾ നന്നായിട്ട് പെർഫോം ചെയ്യണ്ടേ, എന്നാൽ മാത്രമല്ലേ ബാക്കി സ്റ്റോക്കുകൾ പെർഫോം ചെയ്യുള്ളൂ. എൻ്റെ അടുത്ത് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പറഞ്ഞതാണ്, മാം നിഫ്റ്റി 50 മുകളിലോട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ താഴത്തോട്ടാണ് പോകുന്നത്, പക്ഷെ നിഫ്റ്റി 50 താഴത്തോട്ട് പോകുമ്പോൾ ഞാൻ വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകളൊക്കെ മുകളിലോട്ട് പോവുകയാണ്. ശരിക്കും അങ്ങനെയാണോ വേണ്ടത്? അല്ല. നിഫ്റ്റി 50യുടെ ഡയറക്ഷനിൽ വേണം നമ്മുടെ സ്റ്റോക്കുകൾ മൂവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു ഇയറിൽ നിഫ്റ്റി 50 പോസിറ്റീവാണോ, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് പോസിറ്റീവാണോ അതിൽ കൂടുതൽ പെർസെൻറ്റേജ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ അപ്പായാൽ മാത്രമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിൽ നിങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. മാത്രമല്ല മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സായ FII, DII ഇവരെല്ലാം നിഫ്റ്റി 50 നോക്കിയിട്ടാണ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിഫ്റ്റി 50 നോക്കാറുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ എന്താണ് നിഫ്റ്റി 50 എന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി 50യുടെ ചാർട്ട് നമുക്ക് എവിടെ കാണാനായിട്ട് സാധിക്കും? നിഫ്റ്റി 50യുടെ ചാർട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഞാൻ എൻ്റെ വാച്ച് ലിസ്റ്റിൽ നിഫ്റ്റി സ്പേസ് 50 എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ, നിഫ്റ്റി 50 ഇൻഡെക്സ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് വരും. അത് ഞാൻ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തത്, അതിൻ്റെ ചാർട്ട് ഞാൻ എടുത്തു വെച്ചിരിക്കുകയാണ്. ഇതാണ് നിഫ്റ്റി 50യുടെ ചാർട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നിഫ്റ്റി 50 നമ്മൾ ട്രേഡിംഗ് വ്യൂവിൽ നോക്കുന്നത്. ഇനി നിഫ്റ്റി 50 മാത്രമല്ല, ബാങ്ക് നിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് കൂടിയുണ്ട് NSE. എന്താണ് ബാങ്ക് നിഫ്റ്റി? നിഫ്റ്റി 50യിൽ എല്ലാ സെക്ടറിൽ നിന്നുള്ള മികച്ച കമ്പനികളാണുള്ളത്. അതായത് ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലെ ഏറ്റവും മികച്ച ബാങ്ക് ഏതാണ്? HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ് ബാങ്ക്, കൊഡാക്ക്, ഇൻഡസിൻഡ്, ഇതെല്ലാം ഇന്ത്യയിലെ വലിയ വലിയ ബാങ്കുകളാണ്. ഇതെല്ലാം നിഫ്റ്റി 50യിലുണ്ട്. അതുപോലെ തന്നെ IT സെക്ടറിൽ ഏറ്റവും വലിയ IT കമ്പനി ഏതാണ്? നമ്മൾ പറയും ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക് അല്ലേ? ഇതെല്ലാം വലിയ വലിയ കമ്പനികളാണ്. ഇതൊക്കെ നിഫ്റ്റി 50യിലുണ്ട്. അതുപോലെ തന്നെ FMCG, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിൽ ഏറ്റവും വലിയ കമ്പനികൾ ഏതൊക്കെ? ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ITC, നെസ്ലെ, ബ്രിട്ടാനിയ, ഇതെല്ലാം നിഫ്റ്റി 50യിലുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ സെക്ടറിലെ ഏറ്റവും മികച്ച കമ്പനികൾ ഏതാ? സിപ്ല, ഡോക്ടർ റെഡ്ഡീസ്, സൺഫാർമ, ബയോകോൺ, ലുപ്പിൻ, ഇതെല്ലാം നിഫ്റ്റി 50യിലുണ്ട്. അപ്പം നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ മേഖലയിലും മികച്ച കമ്പനികൾ ഉൾപ്പെടുന്ന ഒരു ഇൻഡെക്സ് ആണ്. അപ്പോൾ ഈ ഇൻഡെക്സ് ബുള്ളിഷ് ആയാലാണ് നമുക്ക് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ആണ് എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു ഇൻഡെക്സ് ബെയറിഷ് ആണെങ്കിൽ മാർക്കറ്റ് ഓവറോൾ ബെയറിഷ് ആണ്. അപ്പോൾ ഏറ്റവും മികച്ച കമ്പനികൾ താഴത്തോട്ട് പോകുമ്പോൾ അതിൽ ഉൾപ്പെടാത്ത കമ്പനികളുടെ അവസ്ഥ എന്തായിരിക്കും? വളരെ റെയർ കേസുകളിൽ ചില കമ്പനികൾ മുകളിലോട്ട് പോകാറുണ്ട്, ചിലപ്പോൾ ബ്രേക്ക് ആവാൻ നിൽക്കുകയായിരിക്കും. പക്ഷേ നിഫ്റ്റി 50 താഴത്തോട്ടായതുകൊണ്ട് ഇത് ബ്രേക്ക് ഔട്ട് ചെയ്യാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പം നിഫ്റ്റി 50 നോക്കാതെ നിങ്ങൾ ഒരിക്കലും ട്രേഡ് എടുക്കരുത്. എങ്ങനെയാണ് നിഫ്റ്റി 50 സ്റ്റോക്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നിഫ്റ്റി 50യിൽ NSE ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ടോപ്പ് 50 കമ്പനികളുടെ ഇൻഡെക്സ് ആണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. അതായത് ഈ ടോപ്പ് 50 കമ്പനികൾ വീക്കാണെങ്കിൽ, അതായത് നിഫ്റ്റി 50 വീക്കാണെങ്കിൽ താഴെ നിൽക്കുന്നത്, അതായത് നിഫ്റ്റി 50യിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത സ്റ്റോക്സും വീക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 50നെ താങ്ങി നിർത്തുന്നത്, അതായത് നിഫ്റ്റി 50യിലെ എല്ലാ സെക്ടേഴ്സിലുള്ള മെയിൻ സ്റ്റോക്സ് ഉണ്ടെന്ന് ഞാൻ നിങ്ങളടുത്ത് ഓൾറെഡി പറഞ്ഞു. പക്ഷേ ഇവരൊക്കെ നിഫ്റ്റി 50ക്ക് കൊടുക്കുന്ന ഒരു താങ്ങ്, അതായത് ഒരു വെയിറ്റേജ് ഉണ്ട്. അതായത് നിഫ്റ്റി 50നെ ഏറ്റവും കൂടുതൽ താങ്ങി നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് HDFC ബാങ്കാണ്. ഇപ്പോൾ രണ്ടാമതായത് ICICI ബാങ്കും റിലയൻസും, അതുപോലെ TCS, ഇൻഫോസിസ്, അങ്ങനെ വലിയ വലിയ കമ്പനികളാണ് ഏറ്റവും കൂടുതൽ താങ്ങ് ഈ നിഫ്റ്റി 50ക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ HDFC ബാങ്കാണ് ഏറ്റവും കൂടുതൽ താങ്ങ് എന്ന് ഞാൻ പറഞ്ഞു. ഈ HDFC ബാങ്കിന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഈവൻ HDFC ബാങ്കിൻ്റെ റിസൾട്ട് മോശമാവുകയോ അല്ലെങ്കിൽ HDFC ബാങ്ക് ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ബെയറിഷ് ട്രെൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ നിഫ്റ്റി 50ക്ക് കാര്യമായിട്ട് നെഗറ്റിവിറ്റി അല്ലെങ്കിൽ ഒരു കറക്ഷൻ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ റിലയൻസ് ആയിക്കോട്ടെ, ഇൻഫോസിസ് ആയിക്കോട്ടെ, TCS ആയിട്ട്, ഇങ്ങനെയുള്ള വലിയ വലിയ കമ്പനീസിന്
ഒരു കോട്ട സംഭവിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി 50യിലും അത് റിഫ്ലക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പം നിഫ്റ്റി 50യിൽ ഈ സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ സ്ട്രോങ് കമ്പനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നിഫ്റ്റി 50നെ അഫക്റ്റ് ചെയ്യുകയും നിഫ്റ്റി 50 ബെയറിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ കമ്പനികൾക്ക് മാത്രമല്ല, ഒരു ഓവറോൾ ഗ്ലോബലായിട്ട് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് ആയിട്ട് എന്തെങ്കിലും സംഭവിക്കുക, അല്ലെങ്കിൽ ബഡ്ജറ്റ് അല്ലെങ്കിൽ എലക്ഷൻ, ഇങ്ങനെയുള്ള ഇവൻറ്റുകൾ വരികയൊക്കെ ചെയ്താലും ഇത് നിഫ്റ്റി 50നെ സാരമായിട്ട് ബാധിക്കും. എന്ത് കാര്യം വന്നാലും ആദ്യം ബാധിക്കുന്നത് നിഫ്റ്റി 50നെയാണ്. നിഫ്റ്റി 50നെ ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനും അത് പകർന്നു കിട്ടും, ഒരു പകർച്ചവാദി പോലെ അത് വരുമെന്നുള്ളതാണ്. അപ്പം നിഫ്റ്റി 50 ഒരു തെർമോമീറ്ററാണ്. അതായത് സ്റ്റോക്ക് മാർക്കറ്റിന് ഹെൽത്തി ആയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് ഇരിക്കുന്നയോ അല്ലേ എന്ന് നമുക്ക് തീരുമാനിക്കാനായിട്ട് നിഫ്റ്റി 50 നോക്കിയാൽ മതി. ഇനി റീറ്റെയിലേഴ്സായ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിഫ്റ്റി 50 നോക്കുന്ന എന്തിനാണ്? അതായത് നിഫ്റ്റി 50 നമ്മൾ ചാർട്ട് എടുക്കുക, നിഫ്റ്റി 50യിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് ഒക്കെ ഒന്ന് വരയ്ക്കുക. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഞാനിവിടെ ചെറിയൊരു സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റി 50 ഇപ്പോൾ ഒരു നെഗറ്റിവിറ്റി, അതായത് ചെറുതായിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ചെറിയൊരു സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ട്. അത്ര സ്ട്രോങ് സപ്പോർട്ടൊന്നും ആയിട്ട് തോന്നുന്നില്ല. അപ്പോൾ നിഫ്റ്റി 50 ബുള്ളിഷ് ആണെങ്കിൽ ഓവറോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബുള്ളിഷ് ആവാനുള്ള ചാൻസ് ഉണ്ട്. മാത്രമല്ല നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ നല്ല ബുള്ളിഷ് ആവും. ഇപ്പം നിഫ്റ്റി 50 ഒരു സപ്പോർട്ടിലേക്ക് എത്തുമ്പോൾ, ഇപ്പം നിഫ്റ്റി 50 കറന്റ് ഒരു സപ്പോർട്ടിലും അല്ല, ചെറിയൊരു സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്ര സ്ട്രോങ് സപ്പോർട്ട് ഒന്നുമല്ല. സ്ട്രോങ് സപ്പോർട്ട് വന്നെങ്കിൽ ഒന്നെങ്കിൽ ഒരു 24,700 ലെവലിലേക്കോ അല്ലെങ്കിൽ 24,500 ലെവലിലേക്കോ വന്ന സ്ട്രോങ് സപ്പോർട്ടാണ്. പക്ഷെ റീസെന്റ് വന്നിരിക്കുന്ന ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ താരിഫിന്റെ ഇഷ്യൂ സമയത്ത് കറക്റ്റ് ചെയ്തെന്നും അതൊക്കെ വെച്ച് മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് ഉയർത്തെഴുന്നേറ്റുണ്ടെങ്കിലും ഓവറോൾ മാർക്കറ്റിന് ചെറിയൊരു വീക്ക്നെസ് ഉണ്ട്. പിന്നെ എല്ലാവരും പറഞ്ഞ പോലെ ഇന്ത്യൻ മാർക്കറ്റ് കുറച്ച് വാല്യുവേഷൻ കൂടുതലാണ്. നോർമൽ വാല്യുവേഷനിലേക്ക് വരാനായിട്ട് ഒരു കറക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഈ കറക്ഷൻ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന സമയത്ത് കറക്ഷൻ വരില്ല. നിങ്ങൾ എല്ലാവരും ബുള്ളിഷ് ആയതിനു ശേഷമാണ് കറക്ഷൻ വരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ബുള്ളിഷ് ആക്കിയിട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യാൻ പോകുന്നു ഇപ്പം നമ്മൾ തോന്നിപ്പിച്ചിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആവുക. അതൊക്കെയാണ് മാർക്കറ്റിൽ നടക്കുന്ന സെന്റിമെന്റ്സ് പറയുന്നത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നിഫ്റ്റി 50 നമ്മളെ പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് എന്തിനാണ് നോക്കുന്നത്? അതായത് ഓവറോൾ നിഫ്റ്റി 50 ബുള്ളിഷ് ആണെങ്കിലാണ് നിങ്ങൾ ഏത് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്താലും അത് മുകളിലോട്ട് പോകും. ഈവൻ നിഫ്റ്റി 50 ഒരു മേജർ സപ്പോർട്ടിലാണെങ്കിൽ നമുക്ക് നല്ല സ്റ്റോക്സ് എൻറ്റർ ചെയ്യാനുള്ള സമയമാണ്. ലൈക്ക് ലാർജ് ക്യാപ് ഫണ്ടുകളിലായാലും ഈ പറഞ്ഞ നിഫ്റ്റി 50യിലുള്ള സ്റ്റോക്കുകൾ എൻറ്റർ ചെയ്യാനുള്ള സമയം നല്ല സമയമാണ്. അതുപോലെ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട് സ്വിംഗ് ട്രേഡിംഗ് ചെയ്യാനുള്ള ഈ സമയം നല്ലതല്ല, മോശമാണ്. കാരണം എന്താ, സ്വിംഗ് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് മാർക്കറ്റ് മുകളിൽ പോയാൽ മാത്രമേ പ്രോഫിറ്റ് ഉള്ളൂ, അല്ലാതെ താഴത്തേക്ക് വന്നാൽ അവർക്ക് പ്രോഫിറ്റ് ഇല്ല. അപ്പോൾ നിഫ്റ്റി 50 ഒരു ബുള്ളിഷ് ട്രെൻഡിലാണെങ്കിൽ മാത്രമേ സ്വിംഗ് ട്രേഡ് എൻട്രി എടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നിഫ്റ്റി 50 ഒരു ബെയറിഷ് ട്രെൻഡിലാണെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിന് എൻട്രി എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ്, അതായത് മാർക്കറ്റ് റിവേഴ്സ് താഴേക്ക് തന്നെ പോകാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പക്ഷെ നേരെ മറിച്ച് നിങ്ങൾ നിഫ്റ്റി 50 ഒരു സപ്പോർട്ടിൽ നിൽക്കുമ്പോഴാണ് നിങ്ങൾ സ്വിംഗ് ട്രേഡിങ്ങിന്റെ എൻട്രി കിട്ടാന്ന് പറഞ്ഞാൽ നിഫ്റ്റി 50 സപ്പോർട്ടിൽ എത്തിയിട്ടല്ല, നമ്മൾ സ്റ്റോക്സിൽ എൻട്രി ചെയ്യാൻ നോക്കിയിരിക്കുകയാണ്. പക്ഷെ എൻട്രി വന്നു, നിഫ്റ്റി 50 സപ്പോർട്ടിലാണ്, നമുക്കത് വളരെ കോൺഫിഡന്റ് ആയിട്ട് എടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ പല സ്റ്റോക്കുകളും അതുപോലെ തന്നെ നിഫ്റ്റി 50 ബെയറിഷ് ആണെങ്കിലും ചില സ്റ്റോക്കുകൾ മുകളിലോട്ട് പോയില്ലെങ്കിലും താഴത്തോട്ട് പോകാതെ പിടിച്ച് അവിടെ തന്നെ കൺസോൾഡേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ഗുഡ് സൈൻ. ഫോർ എക്സാമ്പിൾ, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സ്റ്റുഡൻസിന് കൊടുത്തൊരു സ്റ്റോക്കാണ് JSW ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക്. ഇന്നിപ്പോൾ ചെറുതായിട്ടൊരു നെഗറ്റിവിറ്റി അല്ല, ഇന്ന് ഒരു 1.5% പോസിറ്റീവാണ്. പക്ഷേ ക്യാൻഡിൽ നോക്കി കഴിഞ്ഞാൽ ഒരു താഴത്തേക്കുള്ളൊരു ക്യാൻഡിലാണ്. അപ്പോൾ നാളെയും കൂടി നമുക്ക് നോക്കിയിട്ടാണ് ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ JSW ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോവാണ്. അപ്പോൾ JSW ഇൻഫ്രാസ്ട്രക്ചറിൽ ചെറിയൊരു ചാനൽ അല്ലെങ്കിൽ ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു സിമെട്രിക് ട്രയാങ്കിൾ എന്നൊക്കെ വേണമെങ്കിൽ ഈ പാറ്റേണിന് വിളിക്കാം. ഒരു സിമെട്രിക് ട്രയാങ്കിൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് JSW ഇൻഫ്രാസ്ട്രക്ചർ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ഉണ്ട്. അപ്പോൾ കറന്റ് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ EMA കൂടെ ഒന്ന് ഇട്ട് നോക്കണം, എന്നാൽ മാത്രമാണ് കറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ മൂവിംഗ് ആവറേജ് എക്സ്പോണൻഷ്യൽ ഇൻഡിക്കേറ്റർ ഇതിനകത്ത് ഇടണം. അതിന്റെ 50-ഡേ മൂവിംഗ് ആവറേജിന്റെ മുകളിലാണെങ്കിലാണ് നമുക്കതൊരു പോസിറ്റീവായിട്ട് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, 50-ഡേ മൂവിംഗ് ആവറേജ് ജസ്റ്റ് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ തന്നെ, ബ്രേക്ക് ഔട്ട് അല്ല, ജസ്റ്റ് മുകളിലെത്തി നല്ലൊരു സ്ട്രോങ് വോളിയം വന്നു. അത്യാവശ്യം കുഴപ്പമില്ല, സ്ട്രോങ് എന്ന് പറയാൻ വലിയ കുഴപ്പമില്ലാത്ത വോളിയം വന്നു, ബ്രേക്ക് ഔട്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് ഒരു സ്വിംഗ് എൻട്രി, ഒരുപാട് ലോങ് ഒന്നുമില്ല, കാരണം മാർക്കറ്റ് ഓൾറെഡി ഒരു ബെയറിഷ് ട്രെൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്വിംഗ് ട്രേഡ് എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി പ്രോഫിറ്റിലായി നിൽക്കുന്നത് വിൽക്കണോ, എക്സിറ്റ് ചെയ്ത് മാറണോ, അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ അവസ്ഥ, ഇതൊക്കെ നമുക്ക് എന്ത് നോക്കി ഐഡന്റിഫൈ ചെയ്യാം? നിഫ്റ്റി 50 ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ക്യൂപ്പിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് കണ്ടോ, മാർക്കറ്റ് അത്യാവശ്യം റാലി ചെയ്താണ് ഈ ഒരു ബ്രേക്ക് ഔട്ട് നമ്മൾ കൊടുത്ത സ്റ്റോക്കാണ് സ്റ്റുഡൻസിന്. അപ്പോൾ ഇതും അത്യാവശ്യം ബ്രേക്ക് ഔട്ട്
ഔട്ട് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ EMI ഒരുപാട് മുകളിലാണ്. അതുപോലെ തന്നെ നിഫ്റ്റി 50 ചെറിയൊരു കറക്ഷൻ മോഡിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി 50 ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ടിൽ നിന്നല്ല ഇപ്പൊ കറന്റ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക പുതിയ സ്വിംഗ് എൻട്രീസിന് വേണ്ടിയിട്ട്. അല്ല, നിങ്ങൾ ഓൾറെഡി റീസെന്റ് എടുത്ത ഈ പറഞ്ഞ JSW സ്റ്റീൽ, ഇപ്പൊ ഞാൻ കാണിച്ച ക്യൂപ്പിഡ്, ഇതൊന്നും വലിയ കാര്യമായ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള സ്റ്റോക്കുകളൊന്നുമല്ല. ക്യൂപ്പിഡ് എസ്പെഷ്യലി ഐ തിങ്ക് സോ. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നമ്മൾ സ്വിങ്ങിന്റെ ഒരു ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ആ ഒരു ബ്രേക്ക് ഔട്ട് കണ്ടോ, ക്യൂപ്പിഡ് കണ്ടു കഴിഞ്ഞാൽ EMIയുടെ മുകളിലാണ്. ജസ്റ്റ് ആ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടി. അത് ട്രേഡ് ചെയ്ത് നമ്മൾ ഇറങ്ങണം, അല്ലാതെ ഇത് പിടിച്ചു വെച്ചുകൊണ്ട് ഇരിക്കരുത്. ജസ്റ്റ് പ്രോഫിറ്റ് ഇതിൽ കുറഞ്ഞാൽ പോലും മാർക്കറ്റ് റിവേഴ്സ് ആയി എന്ന് പറഞ്ഞാൽ ഇതിൽ വേറെ ചോദ്യം ഉത്തരവൊന്നുമില്ല, ഇറങ്ങിയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ പെട്ടെന്ന് ബുക്ക് ചെയ്യണോ, നിഫ്റ്റി 50 തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നോക്കരുത്, ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ ബുക്ക് ചെയ്ത് മാറിക്കോണം. അപ്പോൾ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് നിഫ്റ്റി 50യുടെ ആ ഒരു റാലി തന്നെ, അല്ലെങ്കിൽ നിഫ്റ്റി 50യുടെ ആ ഒരു ട്രെൻഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിഫ്റ്റി 50 റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് സ്വിംഗ് ട്രേഡ് എൻട്രി ചെയ്യാനും അതുപോലെ തന്നെ ലാർജ് ക്യാപ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള സമയമാണ്. അതുപോലെ തന്നെ ETF ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എപ്പോഴാണ്? നിഫ്റ്റി 50 ബെയറിഷ് മോഡൽ വന്ന ഒരു സപ്പോർട്ടിൽ നിൽക്കുമ്പോഴാണ്. അതൊക്കെയാണ് നല്ല സമയം എന്ന് പറയുന്നത്. ഇപ്പോൾ നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സ് നമ്മളെപ്പോലുള്ള സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് തന്നെയാണ്. നിഫ്റ്റി 50ക്ക് ഓപ്പോസിറ്റ് ആണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ബിഹേവ് ചെയ്യുന്നതെങ്കിൽ എന്തോ കുഴപ്പമാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോയ്ക്ക്, അത് കറക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാത്രമല്ല, നമ്മൾ ഇയർലി, അതായത് ഒരു വർഷത്തെ ഏണിങ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോൾ നിഫ്റ്റി 50 ഏൺ ചെയ്തതിനേക്കാളും, അതായത് നിഫ്റ്റി 50 ഇപ്പോൾ ഒരു വർഷം ഒരു 10% അല്ലെങ്കിൽ ഒരു 5%, അതായത് 2025 ജനുവരി തുടങ്ങി 2025 ഡിസംബറിൽ അവസാനിക്കുമ്പോൾ നിഫ്റ്റി 50 5% കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പോർട്ട്ഫോളിയോ അതിൽ കുറവാണ് കയറിയിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ നല്ല രീതിയിലല്ല ഉള്ളത്. അതിൽ നിന്ന് സ്റ്റോക്സുകൾ മാറ്റി നല്ല സ്റ്റോക്സുകൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനായിട്ട് നിഫ്റ്റി 50 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. അപ്പോൾ നിഫ്റ്റി 50 നോക്കാതെ സ്വിംഗ് ട്രേഡേഴ്സ് ആയാലും അല്ലെങ്കിൽ ETF ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരായാലും ഈവൻ ഓപ്ഷൻ ട്രേഡേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു ആധാരം എന്ന് പറയുന്നത് നിഫ്റ്റി 50 തന്നെയാണ്. നിഫ്റ്റി 50 ഇല്ലാതെ ഓപ്ഷൻ ട്രേഡേഴ്സിന് എന്താ പറയുക, ജീവനില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റി 50 എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡേഴ്സിന്റെ ഒരു പൾസ് ആണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ പൾസ് അറിയാത്ത ആളുകൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. പൾസ് ഇല്ലെങ്കിൽ അതിനെന്താ പറയുക, ജീവനില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിഫ്റ്റി 50 നോക്കി മാത്രം ട്രേഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാലും നമ്മുടെ സപ്പോർട്ട് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.